നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായ ഒരു വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുന്നത്. ട്രെയിൻ യാത്രയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, അതിക്രമങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഓടുന്ന ട്രെയിനിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഒരു മദ്യപൻ ചവിട്ടി പുറത്തേക്കിട്ട സംഭവം. 2011 കൊടും ക്രിമിനലായ ഗോവിന്ദചാമി ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ വേദനയും നടുക്കവും ഇപ്പോഴും കേരള ജനതയുടെ മനസ്സിലുണ്ട്. അന്ന് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് റെയിൽവേ അധികാരികളും മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെ നൽകിയ വാക്ക്, ഉറപ്പ് വർഷങ്ങൾക്കിപ്പുറവും പാലിക്കാതെ പോവുകയാണ്. ഗോവിന്ദചാമി ഇപ്പോഴും ജയിലിലാണെങ്കിലും മറ്റ് ഗോവിന്ദചാമിമാരും ഇപ്പോഴും റെയിൽവേ യാത്രികരെ ലക്ഷ്യമിട്ട് നടക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. ട്രെയിൻ യാത്ര സുരക്ഷിതമോ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദീർഘകാലം റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ച റിട്ടയർഡ് സീനിയർ ഡിവിഷണൽ ഓഡിറ്റ് ഓഫീസർ PP ജനാർദ്ദനൻ, പാലക്കാട് ഡിവിഷൻ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് റഷീദ് കവായി, ഒപ്പം സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ശ്വേത ശിവകുമാർ എന്നിവരാണ്. നമുക്ക് ആദ്യം ചർച്ച തുടങ്ങേണ്ടത് യാത്രക്കാരിയായ ശ്വേതയിൽ നിന്ന് തന്നെയാണ്. ശ്വേത അടിക്കടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലും യാത്ര ചെയ്തതിൻ്റെ അനുഭവം ശ്വേതയ്ക്കുണ്ടാവും. ഈ ദീർഘകാലയളവിൽ യാത്ര ചെയ്തതിൽ ശ്വേതയ്ക്ക് നേരിട്ടെന്തെങ്കിലും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതോ കൂടെ യാത്ര ചെയ്തവർക്കോ, ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തവർക്കോ, അതോ ആ ട്രെയിനിൽ യാത്ര ചെയ്തവർക്കോ ഉണ്ടായ ദുരനുഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടോ ശ്വേതയ്ക്ക്? നമസ്കാരം. ഞാൻ വളരെ കാലമായി ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് സത്യസന്ധമായിട്ട് ഇല്ല എന്ന് പറയാം. പക്ഷെ എന്റെ കൂടെ ഉള്ളവർക്കും മറ്റാളുകൾക്കുമായി ആളുകളുടെ പ്രശ്നം കൊണ്ടുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ സുരക്ഷയേക്കാൾ കൂടുതൽ സൗകര്യക്കുറവിന്റെ പേരിലുള്ള കുറെ ദുരനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ സൗകര്യക്കുറവുകൾ എന്ന് ശ്വേത ഉദ്ദേശിക്കുന്നതാണോ? വിശദമാക്കാമോ? ഈ സുരക്ഷാ കുറവ് ഉദ്ദേശിച്ച അതായത് ആളുകളെ കൊണ്ട് മാത്രമല്ലല്ലോ. അതായത് ട്രെയിനിലെ ഈ സൗജന്യ, അതായത് ടോയ്ലറ്റ്സ്, അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം ഉണ്ടായ കുറെ സുരക്ഷാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വർക്കലയിൽ തന്നെ ആ കുട്ടി ബാത്റൂമിൽ പോകുന്ന സമയത്താണ് അവർക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. സോ അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞാനും ഒരുപാട് നേരിട്ടിട്ടുണ്ട്. പിന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ച ആളുകൾ വന്നിട്ട് ശല്യം ഉണ്ടായ അങ്ങനെ കുറെ സംഭവങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥര് നമ്മുടെ കംപ്ലൈന്റ് ഒക്കെ ചെറിയ തോത് കാണുകയും അത്ര സീരിയസ് അല്ലാണ്ട് എടുക്കുകയും ചെയ്ത് അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ അനിഷ്ട സംഭവങ്ങൾ, ഈ അതിക്രമ വാർത്തകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ, ഈ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ ട്രെയിനിൽ പിന്നീട് യാത്ര ചെയ്യാനൊക്കെ വലിയ ഭീതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതായത് കമ്പാർട്ട്മെന്റിൽ ലൈറ്റ് ഒന്നും പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാരണം നമ്മള് ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. അതെ, രാത്രി ഇപ്പോ റിസർവേഷൻ ഇല്ലാണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറുവാണ്, ഇഷ്ടം പോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് നമ്മളെ സീറ്റിൽ ഓക്യുപ്പൈ ചെയ്യുകയും അവരോട് മാറാൻ പറയുമ്പോൾ അങ്ങനെ മാറാത്ത കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് അടിക്കടി യാത്ര ചെയ്യാറ്. രാത്രി സമയത്തായിരിക്കും കൂടുതലായും യാത്ര ചെയ്യാറുണ്ടാവുക. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്യസംസ്ഥാനക്കാരൊക്കെ ഈ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ പോലീസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാറുണ്ടോ? അവരെത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ടോ?
പലപ്പോഴും അത് നമ്മളിപ്പോ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ തന്നെ റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം റിസർവേഷൻ ചെയ്ത ടിക്കറ്റ് ആണെങ്കിൽ പോലും ഈ വിവേക് എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനിലൊക്കെ സഞ്ചരിക്കുവാണെങ്കിൽ അവിടെ മിക്കവാറും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായിട്ട് വരിക. അപ്പൊ അവരടുത്ത് നമ്മൾ റിസർവ് ചെയ്ത സീറ്റാണ് മാറാൻ പറഞ്ഞാലൊന്നും അവര് തീരെ കേൾക്കൂല. അപ്പൊ നമ്മള് RPF ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് വേണം മാറ്റാൻ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. വിളിച്ചാൽ ഈ RPFന്റെ ഉദ്യോഗസ്ഥർക്ക് എത്താറുണ്ട് ആ സമയം തന്നെ? ഇല്ല, ചിലപ്പോൾ ഭയങ്കര ഡിലേ ആയിട്ടാണ് വരാറ്. ചില സമയത്ത് ഈ വിവേക് എക്സ്പ്രസിലൊക്കെ ആണെങ്കിൽ തീരെ റെസ്പോണ്ട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ വരിക അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് അവർക്കും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും തോന്നുന്നു. ഈ രാത്രി സമയത്തുള്ള യാത്രയിൽ പോലും ഈ അന്യസംസ്ഥാനക്കാരൊക്കെ ഈ കമ്പാർട്ട്മെന്റിൽ കയറാറുണ്ട് അല്ലേ? തീർച്ചയായും. അവരവിടെ സീറ്റിൽ വന്നിരിക്കും. എണീറ്റ് പോകാൻ പറഞ്ഞാൽ അത് അവർ കൂട്ടാക്കില്ല. പോലീസിനെ വിളിച്ചാൽ അപ്പോൾ കിട്ടാറുമില്ല. ഇല്ല. ശരി, ഞാൻ ശ്വേതയിലേക്ക് വരാം. അഡ്വക്കേറ്റ് റഷീദ് കവായി, നമുക്ക് ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ഈ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടീവ് കമ്മിറ്റി എന്നത്? താങ്ക് യു. യാത്രക്കാരുടെ വിവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കുവാൻ, റെയിൽവേയുടെ മുമ്പാകെ സമർപ്പിക്കുവാനുള്ള ഒരു വേദിയാണ് ഈ വേദി. അതാണ് DRUCC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായി ഇടപെടുന്ന ഒരു കമ്മിറ്റി, അതിൽ അംഗമാണ് താങ്കൾ. ഇപ്പോൾ ശ്വേത പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള മറ്റ് യാത്രക്കാരുടെ പ്രശ്നങ്ങളൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിലെന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? നിരവധിയായ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും. ഇത് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിത്യേന എന്നോളം നൂറുകണക്കിന് പല പ്രശ്നങ്ങളും നമ്മുടെ ഈ യാത്രക്കിടയിൽ, സ്ത്രീകൾ മാത്രമല്ല അതുപോലെ തന്നെ സഹയാത്രക്കാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ RPFനെയും അതുപോലെ തന്നെ കേരള പോലീസിനെയൊക്കെ കൃത്യമായി വിളിച്ചു പറയുകയും അതിന് പറ്റുന്ന ചില പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നമുക്കറിയാം. ഈ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഈ ഗോവിന്ദസ്വാമി മുതൽ ഇങ്ങോട്ടുള്ള സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് കാര്യം ഇതിനകത്ത് പിടികിട്ടും. ഒന്ന്, ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. രണ്ട്, ഒട്ടുമിക്ക, ഇപ്പം കഴിഞ്ഞ സംഭവം നടന്നത് കേരള എക്സ്പ്രസിലാണെങ്കിൽ പോലും മറ്റൊട്ടുമിക്ക സംഭവങ്ങൾ നടക്കുന്നത് പാസഞ്ചർ ട്രെയിനുകളിലാണ്. നമ്മുടെ സഹോദരി പറഞ്ഞതുപോലെ ഈ പാസഞ്ചർ ട്രെയിനുകൾ പലതും വൈകുന്നേരം ആണ് യാത്ര നടക്കുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത്, ഈ പാസഞ്ചർ ട്രെയിനകത്ത് സീസൺ ടിക്കറ്റ് സ്ഥിരം യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അതുപോലെ തന്നെ സീസൺ ടിക്കറ്റ് അല്ലാത്ത ആളുകളുണ്ട്. ഇവരൊക്കെ പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ എൻഡ് എത്തുന്നത് എന്ന് നമുക്ക് അറിയാം. ഇപ്പൊ കണ്ണൂരിൽ എത്തുന്ന 3-4 പാസഞ്ചർ അതെല്ലാം രാത്രി കാലങ്ങളിലാണ് എത്തുന്നത്. ഇതിന്റെയൊക്കെ വേറൊരു വസ്തുത, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം, ലിക്വർ, മദ്യം, അതൊരു പ്രധാന ഘടകമാണ്. അപ്പൊ ഈ രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടാണ് നമ്മുടെ വടക്കേ മലബാറിൽ പലപ്പോഴും നടക്കുന്നത്. ഇതുപോലുള്ള പാസഞ്ചർ ട്രെയിനുകൾ, രാത്രി കാലങ്ങളിലുള്ള പാസഞ്ചർ ട്രെയിനുകളിലാണ് ഈ സാമൂഹ്യ വിരുദ്ധരായ ആളുകളും അതുപോലെ തന്നെ ടിക്കറ്റ് ഇല്ലാത്ത ആളുകളൊക്കെ കയറിയിട്ട് മദ്യപിച്ച് പലപ്പോഴും ഈ പറയുന്ന ആളുകളെ രക്ഷപ്പെടുന്നത്. അതോടൊപ്പം പല ട്രെയിനുകളിൽ, പല പാസഞ്ചർ ട്രെയിനുകളിൽ മുൻഭാഗത്തും ബാക്ക് ഭാഗത്തും പലപ്പോഴും 1-2 യാത്രക്കാരാണ് ഉണ്ടാവുക. സ്വാഭാവികമായും ഇവർക്ക് എളുപ്പത്തിൽ ഇതിൽ കയറുവാനും മറ്റാരുടെയും പ്രതിരോധമില്ലാതെ തന്നെ ആളുകളെ ദ്രോഹിക്കാനും പിടിച്ചു പറിക്കാനൊക്കെയുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടാകുകയാണ്. അപ്പോൾ സ്വാഭാവികമായ റെയിൽവേയുടെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാ ട്രെയിനുകളിലും മതിയായ സുരക്ഷ കൊടുക്കണം. ഇപ്പൊ ഇവിടെ സുരക്ഷത കൊടുക്കുന്നില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഒട്ടുമിക്ക RPFകാരും അതുപോലെ തന്നെ ഗവൺമെന്റ് പോലീസും വളരെയേറെ ശ്ലാഘനീയമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ കണ്ണൂരൊക്കെ ഞാൻ നിരന്തരമായി ഇടപെടുകയും നിരന്തരമായി കാണുകയും ചെയ്യുന്ന സഹപ്രവർത്തകരുണ്ട്. അവരൊക്കെ ഒരുപാട് ഇതിനകത്ത് സ്ട്രെയിൻ എടുത്തുകൊണ്ട് തന്നെയാണ് പണി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, മലബാർ, മാവേലി, കണ്ണൂർ എക്സ്പ്രസ് അടക്കമുള്ള ഈ ട്രെയിനുകളിലാണ് പലപ്പോഴും ഇവർക്ക് ഡ്യൂട്ടി ഇടുന്നത്. ഞങ്ങൾ പറയുന്നത് അത് സംഘടിത യാത്രയാണ്. എന്താ സംഘടിത യാത്ര എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? അവരെല്ലാം റിസർവ് ചെയ്ത് ഒട്ടുമിക്ക സ്റ്റേഷനും, ഏകദേശം കോഴിക്കോട് എത്തുമ്പോഴേക്കും ഒട്ടുമിക്ക കമ്പാർട്ട്മെന്റുകളിലും
ആളുകൾ കയറി ഏകദേശം ഒരു സുരക്ഷാ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ട്രെയിനുകളിലാണ് കൂടുതലും RPF-കാരെയും പോലീസുകാരെയും വിനിയോഗിക്കുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്കറിയാം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടക്കുന്നത് ഒട്ടുമിക്കവും പാസഞ്ചർ ട്രെയിനുകളിലാണ്. ഈ പാസഞ്ചർ ട്രെയിനുകളിൽ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർ വരെയുള്ള രാത്രി 7:40, 7:50 കണ്ണൂരിലെത്തുന്ന പാസഞ്ചറിലെ ഒട്ടുമിക്ക ദിവസവും യാത്രക്കാരനാണ്. സ്വാഭാവികമായും ഞങ്ങൾ മുമ്പിൽ കയറി, ഞാൻ വെറുതെ മുമ്പിലും ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കും. അവിടെയൊക്കെ പലപ്പോഴും പല സ്ത്രീകളും, അവർക്കും ഒരു സ്ത്രീകൾ മാത്രമല്ല മറ്റുള്ള യാത്രക്കാരും പലപ്പോഴും പിന്നെ ദീർഘവീക്ഷണം ഇല്ലാത്ത തരത്തിൽ അവർ രാത്രിയാകുമ്പോഴും ഈ ഒറ്റപ്പെട്ട കമ്പാർട്ട്മെന്റിൽ ഇരിക്കും. അതിൽ നിന്ന് സ്വാഭാവികമായി പിന്തിരിയാൻ വേണ്ടി ഒന്ന് യാത്രക്കാർ തീരുമാനിക്കണം. അത് ഒരു സജഷൻ വെച്ചെന്നേ ഉള്ളൂ ഞാൻ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അവരവരുടെ സ്വാതന്ത്ര്യമാണ് എവിടെ യാത്ര ചെയ്യണം, എവിടെ കയറണം എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ അത് പലപ്പോഴും ദീർഘവീക്ഷണമില്ലാത്ത ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. അപ്പൊ ഈ പാസഞ്ചർ ട്രെയിനകത്ത് സംരക്ഷണം കൊടുക്കാൻ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ സംരക്ഷണം കൊടുക്കാൻ ഓരോ ട്രെയിനിനും 2 or 3 സുരക്ഷാ ഭടന്മാരെ നിയോഗിച്ചാൽ മാത്രമേ ഇതിനൊരു പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ. നടന്നിരിക്കുന്ന ഒട്ടുമിക്ക ഇൻസിഡന്റുകളും പാസഞ്ചർ ട്രെയിനുകളിലാണ്. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഗോവിന്ദച്ചാൽ മുതൽ ഇങ്ങോട്ട് ഇപ്പൊ കണ്ണൂരിൽ തന്നെ 2 or 3 തീവെപ്പും അതുപോലെ തന്നെ പിടിച്ചുപറിയൊക്കെ നടന്നത് ഇത്തരം സ്റ്റേഷനിലാണ്. ദീർഘദൂര യാത്ര പിന്നെ ട്രെയിനുകളിൽ സുരക്ഷ വേണ്ട എന്നുള്ള അഭിപ്രായം ഇല്ല എനിക്ക്. ഞാൻ പറയുന്നത് കൂടുതലും ലോക്കലായിട്ട് ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ, കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വരുന്ന, ഷൊർണൂരിൽ നിന്ന് കണ്ണൂരേക്ക് വരുന്ന, ഇങ്ങനെ മലക്കേ മലബാറിലെ ഒട്ടുമിക്ക ട്രെയിനുകളിലും രാത്രി കാലങ്ങളിൽ പാസഞ്ചർ ട്രെയിനുകളിൽ സുരക്ഷിതത്വം. റഷീദ് ഗവായി പറയുന്നത് പാസഞ്ചർ ട്രെയിനുകളിലും കൂടുതലായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ്. ഞാൻ റഷീദിലേക്ക് ഞാൻ വരാം. ശ്രീ PP ജനാർദ്ദനൻ, നേരത്തെ ശ്വേതയും ഇപ്പോൾ റഷീദ് ഗവായും സൂചിപ്പിച്ചത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ല, രാത്രി സമയത്തൊക്കെ തന്നെ അന്യസംസ്ഥാനക്കാരൊക്കെ തന്നെ കമ്പാർട്ട്മെന്റുകളിലേക്ക് കയറുകയാണ്, RPF-നെ വിളിച്ചാൽ പെട്ടെന്നൊക്കെ കിട്ടുന്നില്ല എന്നൊക്കെയാണ്. റഷീദ് പറയുന്നത് പാസഞ്ചർ ട്രെയിനിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ്. ദീർഘകാലം, ഞാൻ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘകാലം റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ച ഒരാളാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ നേരത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തേതും അപേക്ഷിച്ച് സുരക്ഷാ സംവിധാനങ്ങളെ എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? നമസ്കാരം. എനിക്ക് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നൽകാനുണ്ട്. അതായത് ഞാൻ റിട്ടയർഡ് സീനിയർ ഡിവിഷണൽ ഓഡിറ്റ് ഓഫീസറാണ്. അതായത് ഞാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ കീഴിലുള്ള റെയിൽവേ ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഞാൻ റെയിൽവേ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. ഞാൻ ആക്ച്വലി റെയിൽവേ ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നില്ല. ഒരുപക്ഷെ റെയിൽവേയുടെ ഏറ്റവും കണക്കുകളൊക്കെ വിശദമായി പരിശോധിക്കുക, റെയിൽവേ ഓഡിറ്റ് റിപ്പോർട്ടുകൾ CAG നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പാർലമെന്റൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ CAG റിപ്പോർട്ടുകൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അത്തരം CAG റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്ന വകുപ്പ് നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തിരുന്നത്. ഞങ്ങൾ വന്നിട്ട് റെയിൽവേയുടെ നേരിട്ട് കൺട്രോളിൽ വരുന്നില്ല. ശരി, എന്നാലും റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് അറിയാമല്ലോ. അറിയാം. ഞാൻ അതിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ 36 വർഷമായിട്ട് റെയിൽവേയുടെ വിവിധ വകുപ്പുകൾ, അതായത് റെയിൽവേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളാണ് റെയിൽവേയിലുള്ളത്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് റെയിൽവേ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അതിലേക്ക് പറയാം. ഇപ്പൊ വർക്കലയിൽ നടന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് അന്ന് നടന്നിരിക്കുന്നത്. ആ കുട്ടി ഇപ്പോ ICUലാണ്. ആ കുട്ടി എത്രയും വേഗം സുഖപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ സൗമ്യ സംഭവത്തിന് ശേഷമാണ് ഇപ്പൊ ഈ സംഭവം വന്നിരിക്കുന്നത്. സൗമ്യ സംഭവം നടക്കുന്നത് 2011 ഫെബ്രുവരി 1-നാണ്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇപ്പോ ഈ സൗമ്യ സംഭവത്തിന് ശേഷവും റെയിൽവേ പല മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവിടെ പറയാനുള്ള വേറെ കാര്യം, ഈ നമ്മുടെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ പോലീസ് മാത്രമല്ല, ഇത് RPF മാത്രമല്ല. അതായത് പലർക്കും ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ട്. റെയിൽവേ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെയിൽവേ RPF അല്ല. RPF എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേയുടെ കീഴിലുള്ള ഒരു സംവിധാനമാണ് RPF. നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ക്രമസമാധാനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതായത് ഭരണഘടന പ്രകാരം പബ്ലിക് ഓർഡർ, പിന്നെ പോലീസ് ഇൻക്ലൂഡിംഗ് റെയിൽവേ ആൻഡ് വില്ലേജ് പോലീസ്, ഇത് രണ്ടും വരുന്നത് സംസ്ഥാനത്തിന്റെ കീഴിലാണ്.
അതുകൊണ്ട് ഇതിനെ റെയിൽവേ സ്റ്റേഷനിലെയും തീവണ്ടികളിലെയും ക്രമസമാധാനം നോക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് റെയിൽവേയുടെ ഭാഷയിൽ GRP എന്ന് പറയും, ഗവൺമെന്റ് റെയിൽവേ പോലീസ്. അതായത് സ്റ്റേറ്റിന്റെ പോലീസാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒക്കെ ചെയ്യേണ്ടത് കേരള പോലീസാണ്. പക്ഷെ RPF-ഉം കേരള പോലീസും സംയുക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇവിടെയുള്ള ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ RPF ആയാലും GRP ആയാലും, അതായത് റെയിൽവേ പറയുമ്പോൾ GRP എന്നാണ് പറയുക, കേരള പോലീസ് എന്നല്ല പറയുക, ഗവൺമെന്റ് റെയിൽവേ പോലീസ്, അതായത് സ്റ്റേറ്റ് പോലീസ്. RPF-ലായാലും ഈ GRP-യിലായാലും ഈ സാങ്ഷൻ സ്ട്രെങ്ത്, നമ്പർ ഓഫ് പോസ്റ്റ് പൊതുവെ വളരെ കുറവാണ്. ഈ പോസ്റ്റുകൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയോ വർഷം മുമ്പാണ്. അതിനുശേഷം എത്രയോ വണ്ടികൾ കൂടുക മാത്രമല്ല, പണ്ടൊക്കെ ഒരു 90-കളിലൊക്കെ ഒരു തീവണ്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 12-13 കോച്ചേ ഉണ്ടാവും. ഇപ്പോൾ 20, 22, 24 കോച്ചുകളൊക്കെയാണ് ഓരോ തീവണ്ടിയിൽ. അപ്പൊ നമ്മൾക്കറിയാം, കോവിഡിന് ശേഷമൊക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തീവണ്ടിയെയും റെയിൽവേ സ്റ്റേഷനെയും ആശ്രയിക്കുന്ന ജനങ്ങളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. ഒരു ദിവസം ഇന്ത്യൻ റെയിൽവേയിൽ 2 കോടിയിലധികം ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഒരു ദിവസം 5 ലക്ഷം ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്കറിയാം, ഒരു 5 ലക്ഷം, അത് 6 ലക്ഷം, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ കണക്കനുസരിച്ചിട്ട് പാലക്കാട് ഡിവിഷനിൽ ഒരു ദിവസം 2.16-ഉം തിരുവനന്തപുരത്ത് 2.6 ലക്ഷവും ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ആ ഒരു കണക്കിൽ ഒരു വർഷം 17 കോടി ജനങ്ങളാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ സുരക്ഷ സംരക്ഷിക്കാൻ ആവശ്യത്തിന് RPF-ഓ GRP-യോ ഇല്ല എന്നുള്ളതാണ് ഒരു ശരി. ആവശ്യത്തിന് അംഗബലമില്ല എന്നതാണ് നിലവിൽ സുരക്ഷാ വീഴ്ചയുടെ പ്രധാന കാരണമായി താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതെ. ശ്വേതയിലേക്ക് തന്നെ വരാം. ശ്വേത, റഷീദ് കവായിയും അതോടൊപ്പം തന്നെ PP ജനാർദ്ദനും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ട് കാണും. PP ജനാർദ്ദനൻ പറയുന്നത്, അദ്ദേഹം റെയിൽവേയുടെ ഭാഗമായി വർഷങ്ങൾ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറയുന്നത് അംഗബലമാണ് നിലവിൽ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായി അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ റഷീദ് കവായി പറയുന്നത് നിലവിലുള്ള RPF-ഉം റെയിൽവേ പോലീസും ഒക്കെ തന്നെ അവരുടെ സേവനം കൃത്യമായി ചെയ്യുന്നുണ്ട്, പാസഞ്ചർ ട്രെയിനുകളിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള അഭിപ്രായമാണ് റഷീദ് കവായി മുന്നോട്ട് വെക്കുന്നത്. സ്ഥിര യാത്രക്കാരിയായ ശ്വേത മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? സുഗമമായ യാത്രയ്ക്ക് ശ്വേത മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? തീർച്ചയായും ഞാൻ സാർ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഈ സുരക്ഷ എന്ന് പറഞ്ഞ ആളുകൾ മൂലം അല്ലാണ്ട് നമ്മുടെ ഈ ട്രെയിനിലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവ് കാരണം ഉള്ള സുരക്ഷാ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ജനശതാബ്ദിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ സീറ്റ്സ്, ഈവൻ അതിനുള്ളിലുള്ള ചോർച്ച, അങ്ങനെയൊക്കെ ഈവൻ സീറ്റ്സ് ഒക്കെ ഇളകി മേലേക്ക് വീഴുക, അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് കംപ്ലൈന്റ് ചെയ്താല് ഇവര് കറക്റ്റ് ടൈമിൽ വന്ന് അഡ്രസ് ഒന്നും ചെയ്യില്ല. എന്റെ കുറെ ഫ്രണ്ട്സിന് അങ്ങനെ അതിൽ യാത്ര ചെയ്തിട്ട് ട്രെയിനിന്റെ അസുരക്ഷിതം കാരണം കുറെ ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു കേസുണ്ട്. അപ്പൊ അതെങ്ങനെയാ പരിഹരിക്കുക? ശരി. ശ്രീ റഷീദ് കവായി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള റെയിൽവേ പോലീസ് ആയാലും ശരി, RPF ആയാലും ശരി, അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട്, ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. PP ജനാർദ്ദനൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗബലമാണ് നിലവിലുള്ള പ്രശ്നം. ഈ അംഗബലം കൂട്ടാനാവശ്യമായ നടപടി എന്തുകൊണ്ടാവും ഇല്ലാതിരിക്കുന്നത്? ഹലോ ശ്രീ റഷീദ്, കേൾക്കാമെങ്കിൽ? കേൾക്കാം. നിലവിൽ സുരക്ഷാ വീഴ്ചയുടെ പ്രധാന കാരണമായി ശ്രീ PP ജനാർദ്ദനൻ ചൂണ്ടിക്കാട്ടുന്നത് അംഗബലമാണ്. അംഗബലം ആവശ്യത്തിനില്ല എന്നതാണ്. എന്തുകൊണ്ടായിരിക്കും സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായ ആ പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ അധികാരികൾ ഇടപെടാത്തത്? അല്ല, അതൊരു വലിയ പ്രശ്നമാണ്. കാരണം പലപ്പോഴായിട്ട് ഈ പറഞ്ഞതുപോലെ RPF-ലായാലും കേരള പോലീസിന്റെ റെയിൽവേ പോലീസിലായാലും മതിയായ ആളുകളില്ല എന്നുള്ളത് അവർ തന്നെ പലപ്പോഴായിട്ട് കംപ്ലൈന്റ് പറയുന്നതാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കുക ഒന്ന്. രണ്ട്, ഇതിന് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട മറ്റൊരു വസ്തുതയാണ് നമ്മുടെ ബഹുമാന്യായ സഹോദരി പറഞ്ഞത്. അതായത് ഈ പലപ്പോഴും നമുക്കറിയാം, സ്ഥിര യാത്രക്കാർ 100 കണക്കിന്, അതൊരു വലിയ വരുമാനമാണ് റെയിൽവേ, സീസൺ ടിക്കറ്റ് യാത്രക്കാർ. ഈ പറഞ്ഞതുപോലെ പല എക്സ്പ്രസ് ട്രെയിനുകളിലെയും ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ അതിരൂക്ഷമായ മണ്ണ് വാരിയിട്ടാൽ താഴേക്ക് പോകാത്ത തരത്തിലുള്ള തിരക്കാണ്. സ്വാഭാവികമായ സ്ത്രീ യാത്രക്കാർക്ക് പലപ്പോഴും
ഈ പറഞ്ഞ എക്സ്പ്രസ് ട്രെയിനുകളിൽ കയറിയിട്ട് അവരുടെ സീസൺ ടിക്കറ്റ് യാത്രക്കാരെന്ന നിലയിൽ പല നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരാണ് വൈകുന്നേരം വരുന്നത്. പല ആളുകൾക്കും അതിൽ കയറാതെ വരുമ്പോൾ അവര് തൊട്ടടുത്ത വണ്ടിക്ക് കാത്തിരിക്കും. സ്വാഭാവികമായും അത് ലേറ്റ് ആയിട്ടാണ് വരിക. അത് പാസഞ്ചർ ട്രെയിനിന് കാത്തിരിക്കുമ്പം അങ്ങനെ വരുന്ന അപകടങ്ങളുണ്ട്. അതായത് മതിയായ വണ്ടികൾ ഇടുകയും അതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ സ്ത്രീ യാത്രക്കാർ സുരക്ഷിതമായിരിക്കും. ഇതിപ്പോ നിങ്ങൾ വൈകുന്നേരം ഈ നമ്മുടെ കണ്ണൂർ മുതൽ കണ്ണൂർ വരെയുള്ള അല്ലെങ്കിൽ കോഴിക്കോട് വരെയുള്ള യാത്ര പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വൈകുന്നേരം വരുന്ന അടിക്കടി 10, 15 അല്ലെങ്കിൽ 20 മിനിറ്റിന്റെ ഒക്കെ ഡിഫറൻസിൽ വരുന്ന വണ്ടികളിൽ അതിരൂക്ഷമായ തിരക്കാണ്. ജനറൽ കമ്പാർട്ട്മെന്റിൽ കാലുകുത്താൻ ഇടമില്ല. സ്വാഭാവികമായി സ്ത്രീ യാത്രക്കാർ ഇവിടെ കയറും. അത് പറഞ്ഞത് വലിയൊരു പ്രധാന ഘടകമാണ്. മതിയായ ട്രെയിനുകൾ ഇട്ടാൽ തന്നെ അതൊന്ന്. 2, ഈ തിരക്കുള്ള ട്രെയിനുകളിൽ നടക്കുന്ന അട്രോസിറ്റീസ് വളരെ ഗുരുതരമാണ്. പല ആളുകൾ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. കാരണം പല സ്ത്രീകളും കംപ്ലൈന്റ് ചെയ്യുന്നില്ല. ഇത്ര തിരക്കുള്ള ട്രെയിനുകൾ കയറിയിട്ട് അവരെ ദേഹോപദ്രവം ചെയ്യുന്നതും അതുപോലെ തന്നെ അവരെ ഹറാസ് ചെയ്യുന്നതും നൂറുകണക്കിന് പരാതികൾ പലപ്പോഴും എന്നെ തന്നെ പല സ്ത്രീകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഈ തിരക്കുള്ള ട്രെയിനകത്ത് നടക്കുന്നത് പലപ്പോഴും അവർ മാനസികവും ശാരീരികമായി തളർന്ന ആളുകൾ എന്ന നിലയിൽ അത് പലപ്പോഴും കംപ്ലൈന്റ് ചെയ്ത് അതിന്റെ പിന്നാലെ നടക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രയാസം കൊണ്ട് പല ആളുകൾ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. നമ്മുടെയൊക്കെ ഒരുപാട് ബന്ധുക്കൾ അതുപോലെ തന്നെ പല എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതുപോലുള്ള തിരക്കുള്ള ട്രെയിനുകളിൽ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ശാരീരികോത്തരങ്ങളൊക്കെ നൂറുകണക്കിനാണ്. അതൊന്നും പരാതിപ്പെടാൻ അവർ തയ്യാറാവാത്തത് ഒന്ന്, അവർ മാനസികവും ശാരീരികവുമായി ഈ തിരക്കുള്ള ട്രെയിനിനകത്ത് കയറിയിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ വേണ്ടിയുള്ള പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിൽക്കുമ്പോൾ ഇത് ആരോട് കംപ്ലൈന്റ് ചെയ്യാനെന്നുള്ളതുള്ള ഒരു വസ്തു നടക്കുകയാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നൂറുകണക്കിന് സംഭവങ്ങളാണ് ഓരോ ദിവസവും റെയിൽവേ യാത്രയിൽ നടക്കുന്നത്. അത് കണ്ടെത്താൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം നമുക്കറിയാം വടക്കേ മലബാറിലെ 2 പ്രധാന കേന്ദ്രങ്ങൾ. ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് കയറുന്ന ആളുകൾ അവിടെ മദ്യം വാങ്ങിയിട്ട് ഈ ബാഗിൽ വെച്ച് വരുമ്പോ ഈ പറഞ്ഞതുപോലെ സ്ക്രീനിങ് നടത്തുന്ന പോലീസുകാർ ജാഗ്രത പാലിച്ചാൽ ഒട്ടുമിക്ക സംഭവങ്ങളിലും മദ്യം അവിടെ നമുക്ക് ഉപേക്ഷിപ്പിക്കാൻ സാധിക്കും. അതോടെ തന്നെ മാഹി റെയിൽവേ സ്റ്റേഷനകത്ത് നിന്ന് നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ മദ്യം വാങ്ങിച്ചിട്ട് ആ മദ്യവുമായി ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ജാഗ്രത കുറവാണ്. ഈ 2 സ്റ്റേഷനുകളിൽ നിന്നും പലപ്പോഴായും റിപ്പോർട്ട് ചെയ്യുന്നത് മംഗലാപുരം ടു മാഹി ടു കോഴിക്കോട് വരെയുള്ള സംഭവ വികാസങ്ങൾ പലതും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മദ്യത്തിന്റെ സ്വാധീനം ഇതിനകത്ത് വലിയ ഘടകമാണ്. ബ്രീത്ത് അനലൈസർ നമുക്കറിയാം, അത് പലപ്പോഴും അങ്ങനെ ഓരോരോ വ്യക്തികളിലും വെച്ച് പരിശോധിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ പറയുന്നത് കൃത്യമായി എല്ലാ സ്റ്റേഷനുകളിലും ഒരു വലിയ എൻട്രൻസും അതുപോലെ തന്നെ ഒരു വലിയ എക്സിറ്റും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സംവിധാനം ഉണ്ടാക്കണം. ഇതിപ്പോ ഏത് സ്റ്റേഷനിലും ഏതിലെയും നിങ്ങൾക്ക് കയറി ചെല്ലാൻ സാധിക്കും. കണ്ണൂരിൽ തന്നെ ഏകദേശം 10-16ഓളം വഴികളിലൂടെ നിങ്ങൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിക്കും. തിരുവനന്തപുരം ആവട്ടെ മറ്റേത് സ്റ്റേഷനിലാവട്ടെ നിങ്ങൾക്ക് ഒരു എൻട്രൻസ് അല്ല, പല മേഖലയിലും പല ഭാഗങ്ങളിലും കൂടി കയറാൻ സാധിക്കും. ഈ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ റെയിൽവേ സ്റ്റേഷന്റെ പല പരിസരത്തും പോയി നിന്ന് അവിടുന്ന് മദ്യപിച്ച് അവർക്ക് തോന്നുമ്പോൾ ട്രെയിനകത്ത് വിരിഞ്ഞു കയറുകയാണ്. അപ്പോ സ്വാഭാവികമായും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ എൻട്രൻസ് ഉണ്ടാക്കുക, അവിടെ തന്നെ ബെർത്ത് അനലൈസർ ഉണ്ടാക്കുക. ബെർത്ത് അനലൈസർ എങ്ങനെയാ ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നില്ല, സുരക്ഷാവിന്റെ ഭാഗമായിട്ട് ബാഗ് പരിശോധിക്കുന്ന സംവിധാനമുണ്ടല്ലോ. അതുപോലെ തന്നെ ആളുകൾ കയറുമ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെർത്ത് അനലൈസർ, അതായത് സ്റ്റാൻഡിങ്ങിൽ തന്നെ ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരു എൻട്രൻസ് അതുപോലെ തന്നെ ഒരു എക്സിറ്റ് എന്ന സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രീ പി ജനാർദ്ദനൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്വേതയും അതോടൊപ്പം തന്നെ റഷീദും ചൂണ്ടിക്കാട്ടിയത്. ഈ സുരക്ഷാ വീഴ്ചയുടെ കാരണം ആവശ്യത്തിന് അംഗബലം ഇല്ലാത്തതാവാം. പക്ഷേ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, യാത്രക്കാരുടെ എണ്ണം മുൻകാലത്തെ അപേക്ഷിച്ച് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ട്രെയിനുകളിൽ. അങ്ങനെയാണെങ്കിൽ യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തണ്ടേ? ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ കൂടുതൽ കമ്പാർട്ട്മെൻറ്റുകൾ സ്ഥാപിക്കേണ്ടേ? ഈ സീസൺ ടിക്കറ്റുകാരൊക്കെ തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമല്ലേ റെയിൽവേക്ക്? അവരെയും യാത്രക്കാരെ കണ്ട് അവർക്കും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ റെയിൽവേ തയ്യാറാവേണ്ടേ? ശ്രീ പി ജനാർദ്ദനൻ. തീർച്ചയായിട്ടും. ഇപ്പൊ ശ്രീ റഷീദ് കവായി പറഞ്ഞു, ഈ പല സ്റ്റേഷനിലും കണ്ണൂരും മംഗലാപുരത്തൊക്കെ ഏത് വഴിയിലും കയറി വരാമെന്നുള്ളത്. അത് ശരിയാണ്. ഇത് ശരിക്കും നമ്മുടെ RPF, അതായത് ഈ സുരക്ഷക്കായിട്ട് RPF പല സ്കീമുകളും നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി കൊണ്ടുവന്നത് 2012 അത് കൊണ്ടുവന്നത് ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. വളരെ കോസ്റ്റ്ലിയാണ്, കാരണം അതിൽ ബോംബ് ഡിറ്റക്ടിങ് ആൻഡ് ഡിസ്പോസൽ, CCTV, ആക്സസ് കൺട്രോൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു സ്റ്റേഷനിലേക്ക്
ശ്രീ റഷീദ് പറഞ്ഞ മാതിരി 1 or 2 വഴികളിൽ കൂടെ ആൾക്കാർ മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ. അതാണ് ആക്സസ് കൺട്രോൾ. ഇങ്ങനെയുള്ള ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം, ആക്സസ് കൺട്രോളുള്ള ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം പാലക്കാട് ഡിവിഷനിൽ മംഗലാപുരത്തും കോഴിക്കോടുമാണ് തുടങ്ങിയിരിക്കുന്നത്. അതേമാതിരി എറണാകുളത്തും തിരുവനന്തപുരത്തും തിരുവനന്തപുരം ഡിവിഷനിൽ. പക്ഷെ ഈ 2012 തുടങ്ങിയ ഈ സിസ്റ്റം ഇത് കൂടുതൽ സ്റ്റേഷനിലേക്ക് വ്യാപിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ണൂര്, തലശ്ശേരി, പയ്യന്നൂര് മാതിരി വടക്കൻ കേരളത്തിലും അതുമാതിരി എല്ലാ സ്ഥലങ്ങളിലും. പക്ഷെ അത് പുതുതായിട്ട് ഒരു സ്റ്റേഷനിലും ഈ ISS തുടങ്ങിയിട്ടില്ല. ഇപ്പൊ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം പല സ്റ്റേഷനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ISS കൊണ്ടുവരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ തന്നെ ഈ ആക്സസ് കൺട്രോൾ തന്നെ പല സ്ഥലത്തും ഉള്ള സ്ഥലത്ത് തന്നെ ആക്സസ് കൺട്രോൾ ശരിക്കും നടക്കുന്നില്ല. ഇപ്പൊ മംഗലാപുരത്തോ കോഴിക്കോടോ പോകുന്നവർക്ക് അറിയാം, ഇപ്പൊ അങ്ങനെ ഒരു പക്ക ആക്സസ് കൺട്രോൾ ഒന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. ഞങ്ങൾ തന്നെ ഓഡിറ്റ്, ഞങ്ങൾ ഇത് ഈ 2012 ഇത് വന്ന സമയത്ത് ഇതിന്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്തായിരുന്നു. ഇത് CAG-യുടെ ഒരു റിപ്പോർട്ട്, സെക്യൂരിറ്റി മാനേജ്മെന്റ് ഇൻ ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ പോയാൽ കിട്ടും, CAG-യുടെ സൈറ്റിൽ. അതിൽ ഇതിന്റെ ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ പാളിച്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെ നന്നാക്കാന്നുള്ള ശുപാർശകളൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ജനറൽ കമ്പാർട്ട്മെന്റ്, അതും ഒരു വസ്തുതയാണ്. ഇപ്പൊ പ്രത്യേകിച്ചും നമ്മുടെ ഉത്തര കേരളത്തിന്റെ കാര്യം ശ്രീ റഷീദ് പറഞ്ഞു. ഞാൻ എന്റെ സ്വദേശം പയ്യന്നൂരാണ്, അപ്പൊ എനിക്കും ആ സ്ഥലങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയാം. ശരിക്കും നമ്മുടെ ഷൊർണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് ഡബിൾ ലൈൻ, ഫുള്ളി ഇലക്ട്രിഫൈഡ് ഡബിൾ ലൈൻ ഉണ്ട്. അതായത് തെക്കൻ കേരളത്തെ ആശ്രയിച്ചിട്ട് നോക്കുമ്പോൾ ഷൊർണൂർ എറണാകുളമോ അല്ലെങ്കിൽ എറണാകുളമോ തിരുവനന്തപുരത്തെയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഷൊർണൂർ മംഗലാപുരത്ത് തീവണ്ടികളുടെ എണ്ണം കുറവാണ്. അതുമാത്രമല്ല, മുമ്പ് ബ്രിട്ടീഷുകാരിട്ട ഒരു റൂട്ടാണത്. അവിടെ ഇന്ന് 110 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടാൻ പറ്റും. 110 കിലോമീറ്റർ വേഗത ഒരു 10 വർഷം മുമ്പേ അവിടെ വന്നിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷൻ മുമ്പ് തന്നെ 110 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുമായിരുന്നു അവിടെ. ഇന്നും ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തെ 80 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റൂ. ഈവൺ വന്ദേ ഭാരത് അടക്കം ആ സെക്ഷനിൽ 80 കിലോമീറ്ററാണ് പോകുന്നത്. അതേമാതിരി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇപ്പൊ 100-110 ആയിട്ടുണ്ട്. എന്നാൽ ഈ ഷൊർണൂർ മംഗലാപുരത്ത് കൂടുതൽ വണ്ടികൾ സുഖമായിട്ട് ഓടിക്കാം. പ്രത്യേകിച്ചും കോഴിക്കോടിനെ മംഗലാപുരത്തിനിടയിൽ വണ്ടികൾ ഓടിക്കാനുണ്ട്. അത് റെയിൽവേ അതിന് പാത്ത് എന്നാണ് പറയുക. പാത്ത് ലഭ്യമാണ്. അവിടെ ഇപ്പോഴുള്ള ഈ മെമു വണ്ടികൾ, ഒരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ ആദ്യമായിട്ട് മെമു ഷെഡ് തുടങ്ങിയത് പാലക്കാടാണ്. പിന്നെയാണ് കൊല്ലത്ത് മെമു ഷെഡ് തുടങ്ങിയത്. ഇന്ന് കൊല്ലം മെമു ഷെഡിൽ നിന്നും 16 കോച്ചുകളുള്ള മെമു ഓടിക്കുന്നു. പാലക്കാട് നിന്ന് 8 കോച്ചുകളുടെ മെമു ആണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഈ മെമു തന്നെ പാലക്കാടിന്റെ ഒരു മെമുവും കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നില്ല. ഇപ്പൊ കണ്ണൂരേക്ക് വരുന്ന മെമു കൊല്ലത്തിന്റെ മെമു ആണ്. അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദം, ആ വേണ്ടുന്ന രീതിയിലുള്ള സമ്മർദ്ദം മലബാർ ഭാഗത്തിന് ഉണ്ടാകുന്നില്ല. അത് സമ്മർദ്ദം അത് എവിടെ ചെലുത്തണം എന്നുള്ളത് രാഷ്ട്രീയത്തിലൊക്കെ പെരുമാറുന്നവർക്ക് അറിയാം. അത് ഒരു പ്രസ് ചെയ്തു കഴിഞ്ഞാൽ 1-2 മെമു കോഴിക്കോടിനും മംഗലാപുരത്തിനും സുഖമായിട്ട് ഓടിക്കാം. ജനങ്ങൾക്കും നല്ലതാണ്, റെയിൽവേക്കും നല്ലതാണ്. ശരി, അതിനുള്ള മറുപടി റഷീദ് നൽകുകയാണ്. ശ്രീ റഷീദ്, മലബാർ ഭാഗത്ത് നിന്ന് ആവശ്യമായ സമ്മർദ്ദമില്ല. താങ്കൾ നേരത്തെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കുള്ള ഒരു മറുപടിയായി PP ജനാർദ്ദനൻ പറയുന്നതാണ്. സമ്മർദ്ദം ചെലുത്തുന്നതിൽ വല്ല വീഴ്ചയും സംഭവിക്കുന്നുണ്ടോ? താങ്കൾ അംഗമായ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ. അല്ല, ഇതിനകത്ത് നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ മെമു തുടങ്ങി. മെമു എങ്ങനെയാ തുടങ്ങിയത്? മെമു തുടങ്ങിയത് നിലവിലുള്ള പാസഞ്ചർ ട്രെയിനിന് പകരമായിട്ടാണ് ഇവിടെ മെമു തുടങ്ങിയത്. ഞങ്ങൾ മെമു തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായി ഞങ്ങൾ ഒരുപാട് അതിനകത്ത് സമ്മർദ്ദം നടത്തി, ഒരുപാട് സമരപരിപാടി നടത്തിയ ആളുകളാണ്. അങ്ങനെ മെമു വന്നപ്പോ അവര് മെമു ഇവിടെ ഓടിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ നിലവിൽ 5:10 അന്ന് ഉണ്ടായിരുന്ന പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. മംഗലാപുരത്തേക്ക് പോകുന്ന ചെറുവത്തൂരേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. ആ ചെറുവത്തൂരേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനിനും എടുത്തു മാറ്റിയിട്ട് അതേ സമയത്ത് ഒരു മെമു ഓടിക്കുകയാണ്. അതൊരിക്കലും ആർക്കും പ്രയോജനകരമല്ല എന്ന് മാത്രമല്ല, ഇവര് പറയുന്നത് പകരം മാത്രമേ വണ്ടി തരുള്ളൂ. ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ പറയുന്നത് പുതുതായിട്ട് മെമു സർവീസ് ആരംഭിക്കണം. പുതുതായിട്ട് മെമു സർവീസ് ആരംഭിക്കാൻ സമയമുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞത്, ബഹുമാനായ നമ്മുടെ റെയിൽവേയുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ട്രാക്ക് നല്ല ക്ലിയർ ആണ്. ഇവര് പലപ്പോഴും മലബാറിന്റെ കാര്യം പറയുമ്പോൾ എന്താ പറയാ, കണ്ടീഷനാണ്. ഇവിടെ റൂട്ട് ഇതില്ല, സമയമില്ല, അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കാണ്. ഇതൊക്കെ നിരന്തരമായിട്ട് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറെ ടെക്നിക്കൽ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഏറ്റവും ചെറിയ ഡിമാൻഡാണ് അത്. അതായത് മെമു വേറൊരു സമയത്ത്, അതായത് പകരത്തിന് പകരം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല.
അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടാണ് അവർ ആ മെമു പിൻവലിച്ചു. ആ മെമു ആണെങ്കിൽ ഒരു സൗകര്യമില്ലാത്ത മെമു, അത് വേറൊരു വിഷയം. അങ്ങനെയുള്ള മെമു ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സമയം ഫ്രീ ആയിട്ടുണ്ട്. കാരണം രാവിലെ 10:50 45 കണ്ണൂരിൽ നിന്ന് ഇന്റർസിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 2:10 വണ്ടി. 2:10 പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 3:10 വണ്ടി. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 5 മണിക്കും അതുപോലെ തന്നെ 7 മണിക്കും 6:30ക്കാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും മണിക്കൂറുകൾ ട്രാക്ക് ഫ്രീ ആയി കിടക്കുമ്പോൾ ഒരു പുതിയ ട്രെയിൻ ആരംഭിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതുപോലെ തന്നെ തിരിച്ച് മംഗലാപുരത്ത് നിന്ന് നിങ്ങൾ ആലോചിക്കണം, 100 ആളുകളാണ് സ്ഥിരമായിട്ട് 3 മാസത്തെയും 1 മാസത്തേക്ക് സീസൺ ടിക്കറ്റ് മുൻകൂറായി റെയിൽവേ അടച്ചുകൊണ്ട് സീസൺ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ. അവർക്ക് വൈകുന്നേരം പിന്നെ ജോലി കഴിഞ്ഞ് കാസർഗോഡ് നിന്നോ കാഞ്ഞങ്ങാട് നിന്നോ മംഗലാപുരത്തേക്കോ കണ്ണൂരേക്കോ വരണമെങ്കിൽ ഒരു പാസഞ്ചർ ട്രെയിനാണുള്ളത്. ആ പാസഞ്ചർ ട്രെയിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 7:40 കണ്ണൂർ എത്തുന്നത്. അതിനിടയിലുള്ള വണ്ടി ഏതാ? അതിനിടയിലുള്ളത് ചെന്നൈയിൽ നിന്ന് വരുന്നൊരു വണ്ടിയാണ്. ഈ ചെന്നൈയിൽ വണ്ടി നമുക്കറിയാം, അതിൽ ഡീസൽ കോഴിച്ച് അവർ അനുവദിക്കുന്നില്ല, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ അനുവദിക്കില്ല എന്നുള്ളൊരു പോളിസി ഉണ്ട്. ആ ഒരു ട്രെയിൻ മാത്രമാണുള്ളത്. ആ ട്രെയിനിനകത്ത് തന്നെ പാവപ്പെട്ട സീസൺ ടിക്കറ്റുകാർ കയറി കഴിഞ്ഞാൽ ചില ടിടിമാർ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുമാത്രം പിന്നെ മനുഷ്യത്വരഹിതമായ നടപടിയാണ്. ഞങ്ങളിപ്പം പറയുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കയറണം എന്ന് പറയുന്നത് ന്യായമില്ല. പക്ഷേ അവര് പോലും പല സ്ത്രീകളും അവരെ കാല് പിടിച്ചാൽ പോലും അവരെ ജസ്റ്റ് ഒരു കണ്ണൂര് വരെയെങ്കിലും യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ പലപ്പോഴും പല സ്ത്രീകൾ ഒരുപാട് ടിറ്റിമാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വെറുതെ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ശ്രീ റഷീദ്. നേരത്തെ ശ്വേത സൂചിപ്പിച്ചതുപോലെ തന്നെ റിസർവേഷൻ ടിക്കറ്റൊക്കെ എടുത്ത് സമാധാനപരമായി യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച് ട്രെയിനിൽ കയറുന്നവരാവാം. അപ്പോൾ അവിടെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് തള്ളി കയറുമ്പോൾ റിസർവേഷൻ എടുത്ത യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിന്റെ ഉത്തരവാദിത്വം ടിമാരുടെ തലയിലാകും. അതുകൊണ്ടാവാം അവർ ഇടപെടുന്നത്. ഞാൻ പറയുന്നത് അതിന് പകരം നിങ്ങൾ ട്രെയിൻ ഇടൂ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പിന്നെ ഈ നിലവിലുള്ള പോളിസി മാറ്റണം. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ യാത്രക്കാരുടെ സുരക്ഷ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, ഈ റെയിൽവേ ജീവനക്കാരുടേത് കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ വായിച്ചിട്ടുണ്ടാവും, ഒരു ടിക്ക് നേരെ ഉണ്ടായ അക്രമം. ഒരു മദ്യപിച്ച ഒരാൾ ട്രെയിനിൽ കയറുന്നു, ടിയെ പിടിച്ച് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ടി രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ വർഷം സംഭവം നമ്മുടെ മുന്നിലുണ്ട്. വിനോദ് എന്ന ടിയെ ഒരു ഒഡീഷ സ്വദേശി തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം. റെയിൽവേ ജീവനക്കാരും മനുഷ്യരാണ് എന്നുള്ള ഒരു പരിഗണന കൂടി നൽകണം ശ്രീ റഷീദ്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയുന്നത് എന്താണ്, ഇത്തരം റിസ്കുകൾ എടുക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയാലും എക്സ്പ്രസ് ട്രെയിനുകളായാലും അവർക്ക് സുഖകരമായി പോകണമെങ്കിൽ അതിനൊരു പരിഹാരമേ ഉള്ളൂ. അതെന്താ പരിഹാരം? അതിന്റെ തൊട്ടു മുമ്പിലോ അല്ലെങ്കിൽ അതിന് തൊട്ടു ബാക്കിലോ ഈ പറഞ്ഞതുപോലെ മെമു സർവീസ് ആരംഭിക്കാൻ സാധിക്കും. മെമു സർവീസ് ആരംഭിച്ചതിന് സ്വാഭാവികമായ ഷെഡിങ്ങിന്റെയും പ്രശ്നങ്ങളും മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. അത് അനുവദിക്കാൻ ഇവർ തയ്യാറല്ല. അപ്പൊ ഇത് ഈ മലബാറിലെ ജനങ്ങൾ, നേരത്തെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നമ്മൾ പല ആളുകളും ഇതിനകത്ത് സമ്മർദ്ദക്കുറവുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും പിന്നെ പാലക്കാട് ഡിവിഷൻ യോഗത്തിൽ കാല് പിടിച്ചിട്ട് പലപ്പോഴും അഭ്യർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ പാസഞ്ചർ ട്രെയിൻ നിങ്ങൾ തരൂ, ഞങ്ങൾക്ക് മെമു തരൂ. പക്ഷേ ഇതിനൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർ ടെക്നിക്കാലിറ്റി പറഞ്ഞുകൊണ്ട് അതിന് പാരവെക്കുന്ന, അതിനനുവദിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണ്. ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ പോകുമ്പോൾ അവരോട് പറയുന്നത്, കോടതിയിലും ഇതുപോലുള്ള നമുക്കറിയാം, കോടതി ഉദ്ദേശിക്കുന്നത് ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പാകെ പോയി. ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പാകെ കൊടുക്കുന്ന പിന്നെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള മറുപടികളാണ്. ഈ ടെക്നിക്കൽ ആയിട്ടുള്ള മറുപടി പലപ്പോഴും ജുഡീഷ്യറിക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ അവർ റെയിൽവേക്ക് ഭാഗത്തിന് അനുകൂലമായിട്ടുള്ള വിധികൾ പ്രസ്താവിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളും ഇത് 10-30 വർഷക്കാലം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇത് ഒരു ട്രാഫിക് ബ്ലോക്കും ഇവിടെ ഇല്ല, ഇവിടെ ലൈൻ ക്ലിയർ ആണ്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ലൈനാണ് ഷൊർണൂർ മംഗലാപുരം. കാരണം നേരത്തെ ബഹുമാനായ ഒരു പറഞ്ഞു, അതായത് 110 കിലോമീറ്റർ 130 ഇപ്പോൾ ഓടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ട്രാക്കും വെരി ക്ലിയർ ആണ്. അതുപോലെ തന്നെ 2 ട്രാക്കും ഇലക്ട്രിഫിക്കേഷൻ ആണ്. അത് ചിലപ്പോ നിങ്ങൾക്ക് എറണാകുളത്തും തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഇത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃക, ഏറ്റവും നല്ല സമ്പന്നമായ ഒരു ട്രാക്കാണ് ഷൊർണൂർ ടു മംഗലാപുരം. ആ ട്രാക്കിനകത്ത് ഈ പറഞ്ഞതുപോലെ ട്രെയിൻ ഇടാൻ പറയുമ്പോൾ, സാങ്കേതികമായ കാര്യങ്ങൾ പറയുമ്പോൾ, സ്വാഭാവികമായും സ്ത്രീ യാത്രക്കാരായാലും മറ്റു യാത്രക്കാരായാലും പാവങ്ങളാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർക്ക് മതിയായ ട്രെയിനുകൾ കിട്ടാതാകുമ്പോൾ അവർ അടുത്ത് വരുന്ന ട്രെയിന് കാത്തിരിക്കും. അത് വീട്ടിലെത്താൻ വേണ്ടി 10 മണിയും 11 മണിയും ആകുമ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് റെയിൽവേയാണ്. സ്വാഭാവികമായും അതിന് പരിഹാരം ഉണ്ടാക്കുക. 1. 2, നമുക്കറിയാം, ഇന്നിപ്പോ നമ്മുടെ ഇന്ത്യയിൽ എയർപോർട്ട് സംവിധാനത്തിൽ യാത്രക്കാരനല്ലാതെ ഒരാൾക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആക്കാൻ പറ്റും, സ്വാഭാവികമാക്കാൻ പറ്റും. അതിന് വേണ്ടത് എന്താ? കൃത്യമായ പിന്നെ ചുറ്റുമതിൽ കെട്ടി
സംരക്ഷണം നൽകാൻ വേണ്ടി നമുക്കറിയാം എയർപോർട്ട് എല്ലാം ചുറ്റുമതിൽ കെട്ടി അവിടെയൊക്കെ കമ്പിവേലി സ്ഥാപിച്ച് ഒരാൾക്കും കയറാൻ പറ്റാത്ത തരത്തിൽ റെയിൽവേയുടെ പ്രമൈസസ് കൃത്യമായിട്ട് സംരക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. മതിയായ ജീവനക്കാരെ സ്ഥാപിക്കണം, മതിയായ ജീവനക്കാരെ നിയമിക്കണം. അതോടൊപ്പം മതിയായ ഈ പറഞ്ഞതുപോലെ യാത്രക്കാരും കുറച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും വളരെ സമയക്കുറവ് പോലെ ഞാൻ ഇടപെടുകയാണ്. റഷീദ്, ശ്രീ പി പി ജനാർദ്ദനൻ, ഏറ്റവും വലിയൊരു പ്രശ്നമായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും. അതിപ്പോൾ റെയിൽവേ സംവിധാനമായാലും ശരി, RPF ആയാലും ശരി, റെയിൽവേ പോലീസ് ആയാലും ശരി. ഈ 2011 സംഭവത്തിന് പിന്നാലെ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്ന ഉറപ്പ് പാസഞ്ചർ ട്രെയിനുകളിൽ ഉൾപ്പെടെ വൈകിട്ട് 6 മുതൽ പിറ്റേന്ന് രാവിലെ 6 വരെ RPFന്റെ പരിരക്ഷ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾ ട്രെയിനിൻ്റെ മധ്യഭാഗത്തേക്ക് മാറ്റുമെന്നും അതിൽ ചില പാസഞ്ചർ ട്രെയിനുകളിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾ മധ്യഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എക്സ്പ്രസ് ട്രെയിനുകളിൽ ഇപ്പോഴും ഏറ്റവും പുറകിൽ തന്നെയാണ് ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ എല്ലാ ട്രെയിനുകളിലും CCTV സംവിധാനം ഒരുക്കണമെന്ന അതൊരു വലിയ പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത്? ഇപ്പോൾ വർക്കലയിൽ സംഭവം ഉണ്ടായി. വർക്കലയിൽ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ ഇതാ സുരക്ഷാ നടപടികൾ വലിയ രീതിയിലേക്ക് മാറ്റം വരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിൽ കർശന പരിശോധന. മദ്യപിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. കണ്ണൂരിൽ ഉൾപ്പെടെ ചില മദ്യപന്മാരെയൊക്കെ പിടികൂടി താക്കീത് ചെയ്ത് വിട്ടയച്ചു എന്നൊക്കെ തന്നെയുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 ആഴ്ചത്തേക്കാണ് ഈ ക്യാമ്പയിൻ എന്നാണ് ഈ അധികൃതർ പറയുന്നത്. എന്താണ് ഈ 2 ആഴ്ചത്തെ കണക്ക്? ഇത് സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമായാൽ തന്നെ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. നേരത്തെ റഷീദ് ഗവായി സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാനും ഇറങ്ങാനും 10ഓളം വഴികളാണ്. സാമൂഹ്യ വിരുദ്ധർക്ക് പിന്നെ സുഗമമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിൽ എന്താണ് തടസ്സം? ഒരു എൻട്രൻസും പുറത്തേക്കും അകത്തേക്കും ഒരു വഴിയാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കില്ലേ റെയിൽവേക്ക്? തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഈ ആക്സസ് കൺട്രോളിന്റെ കാര്യം ഓൾറെഡി സംസാരിച്ചതാണ്. പിന്നെ ശ്രീ റഷീദ് പറഞ്ഞു മറ്റേ ഈ നമ്മുടെ ഈ റിസോർട്ട് കോച്ചിന്റെ അതെന്ന് വെച്ചാൽ പൊതുവെ നമ്മുടെ തീവണ്ടി ഗതാഗതം എന്ന് പറയുന്നത് ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയിട്ട് അല്ല ഡീഫാൾട്ട് റെയിൽവേ ഓടുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് വണ്ടികളിൽ ഇത്രയും തിരക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ ഇവിടുത്തെ റോഡ് ഗതാഗതം വളരെ മോശമായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം NH ഒക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. 1-2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. ഇപ്പോൾ കാർ ഉള്ളവൻ പോലും ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടാണ് പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഇതിന് പകരം വേണ്ടുന്നത് കൂടുതൽ പാസഞ്ചർ ട്രെയിനാണ്. അല്ലാതെ ചെന്നൈയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റിന്റെ റിസർവ്ഡ് കോച്ച് റിസർവ് ആക്കുന്നത് ഒരു ആരോഗ്യകരമായ ഒരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ പോലെ കൂടുതൽ മെമു ട്രെയിനുകളൊക്കെ ആവശ്യപ്പെടാം. അതൊരു കാര്യം. ഇനി ഇത് ചോദിച്ചു, ഇപ്പൊ ഇങ്ങനെ ചില സമയത്ത് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. RPFും GRP ആയാലും അവരെപ്പോഴും വിജിലാണ്. എല്ലാ സ്ഥലത്തും അവർ എന്നും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം പറഞ്ഞു. ഇത് കൂടാതെ എല്ലാ പ്രധാന സ്റ്റേഷനിലും CCTV ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ CCTV വളരെ എഫക്റ്റീവ്. ഇപ്പൊ കേരള പോലീസിന്റെ പല കേസുകളും തെളിയിക്കുന്നത് സ്റ്റേഷനിലെ CCTV ഫുട്ടേജ് ഒക്കെ വെച്ചിട്ടാണ്. അതെ, ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ബോഡി ഇൻ ക്യാമറ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഈ RPF പെട്രോളിംഗ് സെന്ററിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ബോഡിയിൽ തന്നെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ചില RPF ഉണ്ട്. പിന്നെ ഇവര് റെഗുലർ ആയിട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട്, എസ്കോർട്ടിംഗ് ഉണ്ട്. ചില ട്രെയിനിന് ഇപ്പൊ മംഗലാപുരം മുതൽ കണ്ണൂർ വരും, അടുത്ത ടൈം കണ്ണൂരിൽ വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ക്യാമറയുടെ കാര്യം നമ്മുടെ ഈ പ്രസിദ്ധനായ വന്ദേ ഭാരത് അങ്ങനെയുള്ള ട്രെയിനുകളിൽ മാത്രമാണ് ക്യാമറ ഉള്ളത്. റെയിൽവേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 2024 ശേഷം നിർമ്മിക്കുന്ന എല്ലാ കോച്ചിലും ഇൻക്ലൂഡിംഗ് ജനറൽ കോച്ച് ക്യാമറ ഘടിപ്പിക്കുന്നുണ്ട്. അതായത് എനിക്ക് വരുന്ന പുതിയ കോച്ചുകളിലൊക്കെ ക്യാമറ അതിൽ തന്നെ ഉണ്ടാവും. ഇതുകൂടാതെ ഈ മിഡ് സെക്ഷനിൽ, അതായത് ഇപ്പൊ നമ്മളിപ്പോ 2 മേജർ സ്റ്റേഷനിലാണ്, ഉദാഹരണത്തിന് കണ്ണൂർ അടുത്ത മെയിൻ സ്റ്റേഷൻ പയ്യന്നൂരാണെങ്കിൽ ഇടയിലൊരു സ്റ്റേഷനാണ് മിഡ് സ്റ്റേഷൻ. പയ്യന്നൂരിന്റെയും വടവട്ടത്തിന്റെ ഇടയിലൊക്കെ വരുന്ന സ്ഥലമാണ് മിഡ് സെക്ഷൻ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സോളാർ പാനൽ വെച്ചിട്ട് അതിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാക്കിന് ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ സിസ്റ്റം ഉണ്ട്. ഇതുകൂടാതെ ഇപ്പൊ നാരി ശക്തി എന്ന് പറയുന്ന ഒരു സ്കീം പാലക്കാട് ഡിവിഷനിൽ RPF ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ വേസൈഡ് സ്റ്റേഷനിലെ ചെറിയ സ്റ്റേഷനിലായിരിക്കും. അപ്പൊ അവിടെയൊക്കെ സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷ പ്രശ്നമുണ്ട്, രാത്രികളിലൊക്കെ പ്രത്യേകിച്ചൊക്കെ. അപ്പൊ വനിതാ RPF ജീവനക്കാർ 2 വീലറിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനായിട്ട് പാലക്കാട് ഡിവിഷനിൽ 7 2 വീലർ പാലക്കാട് ഡിവിഷൻ വാങ്ങിയിട്ടുണ്ട്. അതേമാതിരി RPF ഒരുപാട് ലേഡീസ് കോൺസ്റ്റബിൾ ഉണ്ട്. 7% RPFിലെ
RPF. പക്ഷെ ഇത് ഇന്ത്യയിലെ യൂണിഫോം കേഡറിലെ വനിതാ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ളത് RPF-ലാണ്. ഈവൻ കേരള പോലീസിലും 7% വനിതാ കോൺസ്റ്റബിൾ. RPF 7 അല്ല 9%. 9% RPF വനിതകളുണ്ട്. ഇത് കൂടാതെ ഇപ്പം ഇന്ത്യ ഇപ്പം 2011 സൗമ്യ ഇൻസിഡൻസ് നടന്നത്. അതിനുശേഷം 2012 നമുക്കറിയാം ഡൽഹിയിൽ നിർഭയ ഒരു കുട്ടിയുടെ പേര് നിർഭയ എന്നല്ല, ആ കുട്ടി ബസ്സിനകത്ത് വെച്ച് റേപ്പ് ചെയ്ത് മരിക്കുന്നതാണ്. അപ്പൊ ആ കുട്ടിയുടെ നിർഭയ എന്നാണ് ഒരു കോമൺ ഒരു പേരായിട്ട് നാമകരണം ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സൗമ്യ 2011 സൗമ്യ കേസും 2012 നിർഭയം വന്നപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ വലിയൊരു ചർച്ച വരികയും നിർഭയ ഫണ്ട് എന്നൊരു ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് നിർഭയ ഫണ്ടിൽ നിന്ന് റെയിൽവേക്കും ഫണ്ട് വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത 25-26 റെയിൽവേ ബജറ്റില് 200 കോടിയോളം നിർഭയ ഫണ്ടിന് മാറ്റിവെച്ചിട്ടുണ്ട്. അതേപോലെ ഓപ്പറേഷൻ മേരി സഹേരി എന്നുള്ളൊരു സ്കീമുണ്ട് RPF-ൽ. ഇതിലെന്ന് വെച്ചാൽ വനിതാ ഈ കോൺസ്റ്റബിൾമാർ മേജർ സ്റ്റേഷനിലൊക്കെ നടന്നിട്ട് വനിത ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് തനിച്ചു പോകുന്ന പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൗൺസിൽ ചെയ്യും, അവരെ അഡ്വൈസ് ചെയ്യും. അതുകൂടാതെ അവരുടെ മൂവ്മെന്റ് RPF കൺട്രോളിലൊക്കെ കൊടുത്ത് അവർ എവിടത്തേക്കാണ് പോകുന്നത് അതുവരെ വാച്ച് ചെയ്യാനുള്ള ഇതൊന്നും പാസഞ്ചേഴ്സ് അറിയുന്നില്ല. RPF ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് RPF-ന്റെ റൂള്. ഇതേമാതിരി GRP-യും അവരുടേതായ, അതായത് കേരള പോലീസിന്റെ പോലീസ് വിങ്ങും അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ യാത്രക്കാരുടെ എണ്ണം എത്രയോ മടങ്ങും കൂടി. ഇപ്പോഴും പഴയ സാങ്ഷൻ സ്ട്രെങ്താണ്. ഇപ്പൊ ഈ സൗമ്യ കേസ് കഴിഞ്ഞതിന് ശേഷം GRP-യുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫലപ്രദമായി നടന്നിട്ടില്ല. പക്ഷേ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു, താങ്കൾ പറയുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു, പക്ഷെ അതൊന്നും ഫലത്തിൽ വരുന്നില്ല. ഫണ്ടൊക്കെ അനുവദിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ദ്രുതഗതിയിലുള്ള ഒരു നടപടിയല്ലേ യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഈ പോസ്റ്റുകൾ ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലും, അത് കേന്ദ്രമായാലും സംസ്ഥാനത്തായാലും ഉള്ള പോസ്റ്റിംഗ് നടക്കുന്നുമില്ല. പുതുതായിട്ട് ക്രിയേഷനെ വരുന്നില്ല, പുതിയ പോസ്റ്റുകളൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് കേന്ദ്രവും സംസ്ഥാനമൊക്കെ ഒന്നിച്ച് യോജിച്ചിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് പ്രത്യേകിച്ച് RPF-ലും GRP-ലും കൂടുതൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സംയുക്തമായിട്ട് നടപടി വേണം. അത് നമ്മൾ വെറുതെ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. കാരണം ഒരു സാങ്ഷൻ അവിടുന്ന് ഇതൊക്കെ ക്രിയേഷൻ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു പോളിസി ഡിസിഷനാണ്. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ശ്രീ ജനാർദ്ദനൻ, നമ്മൾ ഈ വർഷങ്ങളായി കേൾക്കുന്ന കാര്യങ്ങളാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ താൽക്കാലികമായ നടപടികൾ, അത് ശാശ്വതമായ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും ദുഃഖകരമായ ഈ വർക്കല സംഭവത്തോടെയെങ്കിലും ഈ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ശാശ്വതമായ ഈ പ്രശ്നപരിഹാര നടപടി ഉണ്ടാകുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ ശാശ്വതമായ പരിഹാരം ആണല്ലോ. പക്ഷെ അത് നടപടികളിലേക്ക് പോകുന്നില്ലല്ലോ. തീരുമാനങ്ങളിലേക്ക് വരുന്നു, പക്ഷെ നടപടികളിലേക്ക് പോകുന്നില്ലല്ലോ. അതാണല്ലോ വലിയ പ്രശ്നമായി മാറുന്നത്. ബാക്കിയൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് കാണുന്നില്ലല്ലോ ശ്രീ PP ജനാർദ്ദനൻ. അതല്ലേ ഈ അതിക്രമങ്ങളും അതുമൊക്കെ കൂടി വരുന്നത്, വർദ്ധിച്ചു വരുന്നത്. നടന്നത് ഒരു ഒറ്റപ്പെട്ട 2011 ഒരു സംഭവം നടന്നതിന് ശേഷം നടക്കുന്നത് 2025 ഞാൻ അങ്ങനെ അതിനെ ശ്രീ PP ജനാർദ്ദനൻ, 2 വർഷം മുമ്പാണ് ഒരാൾ പെട്രോൾ എടുത്ത് ട്രെയിനിൽ കയറി അത് യാത്രക്കാരുടെ ദേഹത്ത് ഒഴിക്കുന്നത്. അതിൽ നിന്ന് പേടിച്ച് 3 പേർ ട്രെയിന് പുറത്തേക്ക് ചാടുന്നു. ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ 3 പേരാണ് അന്ന് മരണപ്പെട്ടത്. ഈ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത്. അല്ലല്ല, അങ്ങനെയല്ല. നമ്മള് ഇതൊക്കെ വരുന്നത് ഇപ്പം ഋഷിദ് കവൈ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ മദ്യപിച്ച് വണ്ടിയിൽ കയറുന്നവര്, ഇപ്പൊ പൊതുവെ ഈ മയക്കുമരുന്ന് കഴിച്ചു വരുന്നവര്, ഇവരുടെയൊക്കെ സ്വയബുദ്ധി നഷ്ടപ്പെട്ടിട്ടാണ് ഇവർ കയറുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു സിവിക് സെൻസിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ അല്ല, അതാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കൃത്യമായ പരിശോധന, എല്ലായ്പ്പോഴുമുള്ള പരിശോധന. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം 2 ആഴ്ചത്തേക്ക് ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് യാത്രക്കാരെ പരിശോധിച്ച് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മദ്യപന്മാരെ ട്രെയിനിൽ യാത്ര അനുവദിക്കാതിരിക്കുന്ന നടപടിയല്ല. എല്ലാ കാലത്തേക്കുള്ള നടപടി, കൃത്യമായ നടപടി, ശാശ്വതമായ നടപടിയാണ് ആവശ്യപ്പെടുന്നത്. കാര്യത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കും. മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ തുടക്കത്തിൽ നമ്മുടെ ഋഷിദ് കാവുമ്പോൾ അത് പറയുകയും ചെയ്തു, RPF അവരൊക്കെ. പക്ഷെ അവർക്കൊരു പരിധിയുണ്ട്. ശരി, സമയക്കുറവുണ്ട്, ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ
ചർച്ച ചെയ്തത് ട്രെയിനിലെ യാത്ര സുരക്ഷിതമോ എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ഇന്ന് സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഗൗരവത്തോടെ കാണുന്നതുമായ ഒരു വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി ജനാർദ്ദനൻ പറഞ്ഞതുപോലെ തന്നെ ഈ വർക്കലയെ സംഭവത്തോടെ എങ്കിലും റെയിൽവേ അധികാരികൾ കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ട് ശാശ്വതമായ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ, നേരത്തെ ശ്വേത സൂചിപ്പിച്ചതുപോലെ അസൗകര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ പ്രതീക്ഷയോടെ തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി ജനാർദ്ദനൻ, ശ്രീ അഡ്വക്കേറ്റ് റഷീദ് ഗവായി, ശ്വേത ശിവകുമാർ, 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ട്രെയിൻ യാത്ര സുരക്ഷിതമോ? ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി കാണാം. നമസ്കാരം.